ഞങ്ങളുടെ കാഠ്മണ്ഡുവിലെ ലാസ്റ്റ് ഡേ ആരംഭിച്ചത് നാഗർകോട്ടിൽ നിന്നാണ്. നാഗർകോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ സൺറൈസും സൺസെറ്റുമാണ്. ഞങ്ങൾ കാണാനായിട്ട് വന്നത് സൺറൈസാണ്. നമ്മുടെ സൺറൈസ് എന്ന് പറയുന്നത് ഹിമാലയത്തിലെ മൗണ്ട് എവറസ്റ്റിലോട്ട് ആ സൺറൈസ് ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു റേസ് ഇങ്ങനെ അടിക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനിക് വ്യൂ കാണാനായിട്ട് പറ്റിയത് ഒരു ഭയങ്കര ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ഇങ്ങനെ ഒരു സൺറൈസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും അടിപൊളിയായിരുന്നു. ഞങ്ങൾ സമയം നോക്കിയപ്പോൾ ഒരു 6:30 ആയിരുന്നു. പക്ഷെ ഞങ്ങളൊരു 4 മണിയൊക്കെ 4:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഈ നാഗർകോട്ട് വരാനായിട്ട്. ഞങ്ങൾ പക്ഷേ ആക്ച്വലി ട്രാഫിക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര നേരത്തെ എത്തി. എന്നിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞങ്ങൾ വന്നപ്പം വേറൊരു 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറേ പേര് ഇതുപോലെ സൺറൈസ് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കൂടുതലും ടൂറിസ്റ്റുകളായിരുന്നു സൺറൈസ് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു സൺറൈസ് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യും. നേപ്പാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഗർകോട്ട് വരിക ആൻഡ് സൺറൈസ് കാണാം. സൺസെറ്റിന് അത്രയ്ക്ക് ഒരു ബ്യൂട്ടി ലൈക്ക് സൺറൈസിൻ്റെ അത്ര ബ്യൂട്ടി ഇല്ല എന്നാണ് അവിടെ ഗൈഡൊക്കെ പറഞ്ഞത്. സൺറൈസ് നിങ്ങൾ മസ്റ്റായിട്ട് കേട്ടോ, ഒരിക്കലും മിസ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വന്ന് ഇത് കാണണം എന്ന് തന്നെ ഞാൻ പറയും. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ അടുത്ത യാത്ര തിരിച്ചത് നാഗർകോട്ട് സസ്പെൻഷൻ ബ്രിഡ്ജിലേക്കാണ്. നമ്മൾ പോകുന്ന വഴി തന്നെയാണ് നാഗർകോട് സസ്പെൻഷൻ ബ്രിഡ്ജ്. ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നാഗർകോട്ട് സസ്പെൻഷൻ ബ്രിഡ്ജ് ഒരു അത്ഭുതം തന്നെയായിരിക്കും. നല്ലൊരു അടിപൊളി സീനിക്കായിട്ടുള്ള ഒരു ഏരിയയിൽ ആണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് ഇരിക്കുന്നത്. രാവിലെ പോയതുകൊണ്ടാവണം ഞങ്ങൾ പോയപ്പോഴത്തേക്കും അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ആ ബ്രിഡ്ജിൽ നമുക്ക് കാണാനായിട്ട് പറ്റി. ക്രൗഡ് കുറവായിരുന്നു. അപ്പോൾ രാവിലെ ചിലപ്പോൾ ഇനി ആയിരിക്കണം ക്രൗഡ് വരാൻ സാധ്യതയെന്ന് തോന്നുന്നു. അതോ ഇങ്ങനെയാണോ എന്നെനിക്ക് വലിയ ഉറപ്പില്ല. പക്ഷേ നല്ലൊരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു കേട്ടോ. ജോർജിയ പോയപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഭയങ്കര ഇതാന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഇത് കിടില എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട് ഏട്ടാ? സൂപ്പർ. താഴോട്ട് നോക്കിയാൽ പേടി വരും.
അങ്ങനെ നാഗർകോട് സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് ഭക്താപൂർ ദർബാർ സ്ക്വയറിലേക്കാണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ദർബാറാണ് ഭക്താപൂർ ദർബാർ സ്ക്വയർ. ആസ് യൂഷ്വൽ ഇവിടെയും ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു ആൻഡ് ഗൈഡുകളും ഒത്തിരി പേര് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഗൈഡിൻ്റെ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്തിട്ട് സർവീസ് എടുക്കാം. അവർ നമുക്ക് ഫുള്ളായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഞങ്ങൾ സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഭക്താപൂർ ടെമ്പിൾ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു പ്രത്യേകത, അവിടെ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളും ചടങ്ങുകളും പൂജകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ 2-3 ദർബാറുകൾ കണ്ടതുകൊണ്ടാവണം നമുക്ക് ഈ ദർബാറുകളുടെ ഒരു കൺസ്ട്രക്ഷൻസ് ആൻഡ് സംഭവങ്ങളെല്ലാം ഏകദേശം ഒരേ പാറ്റേണിലാണ്. അപ്പോൾ അതങ്ങനെ തോന്നി. അപ്പം നമുക്കെല്ലാം ഏകദേശം ഇങ്ങനെ ഒരേ ഇതിൽ തോന്നിയോണ്ട് നമുക്ക് അത്ര ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ തോന്നിയില്ല. പക്ഷേ അതിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. 14th സെഞ്ച്വറിയിലാണ് ഈ ദർബാർ സ്ക്വയർ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നടന്ന് കാണാനായിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമുക്ക് അമ്പലങ്ങൾ, ആസ് മറ്റ് ദർബാറുകൾ പോലെ തന്നെ ഒരുപാട് അമ്പലങ്ങൾ, പ്രതിഷ്ഠകൾ ഒക്കെ ഉണ്ട്. ഇവിടെ ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡാണ് ലൈക്ക് കിങ് കേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു യോഗേർട്ട് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രൈ ചെയ്യണം. ഇവിടെ രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേർഡ് ആയത് കാരണമാണ് അതിന് കിങ് കേർഡ് എന്ന് തന്നെ പേര് വന്നത്. അങ്ങനെ ഭക്താപൂർ ദർബാർ സ്ക്വയറിൻ്റെ വിശേഷങ്ങളും കണ്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് മടങ്ങി. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നേരെ എയർപോർട്ടിൽ പോയി. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ Day 1, Day 2, Day 3 എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ 3 ദിവസത്തെ ഐറ്റിനറിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക. പിന്നെ നേപ്പാളിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ആൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി സ്ഥലവും അടിപൊളി വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.